മണിക്കൂർ ജസ്റ്റ് എൻജോയ് ചെയ്യാം, ടൈം പാസ്. പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല, വീണ്ടും വീണ്ടും കാണാനുള്ള ഒന്നുമില്ല. ആവേശം പോലെയൊക്കെയുള്ള ആ ഒരു വൈബ് ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. പക്ഷേ ജസ്റ്റ് ടൈം പാസ് അത്രേ ഉള്ളൂ. വലിയ സംഭവം ഒന്നല്ലേ? ഓക്കെ. വേറെ എന്തെങ്കിലും ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഉണ്ടോ? ഇഷ്ടപ്പെട്ട കോമഡി ഉണ്ട്, ഇങ്ങനെ കണ്ടിരിക്കാം, ഫാമിലിയായിട്ടൊക്കെ കണ്ടിരിക്കാൻ പറ്റിയ ഒരുപാടാണ്. ഭയങ്കര ഹൈപ്പൊന്നുമില്ല. വലിയ കോമഡി ഒന്നുമില്ലേ? ആ ഓക്കെ. അല്ല, എന്താണ് ഇഷ്ടപ്പെട്ടതാണ് കൂടുതൽ? വേറെ എന്തെങ്കിലും കോമഡിയൊക്കെ വർക്കായോ? ഓക്കെ. എന്തെങ്കിലും ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഉണ്ടോ? കോമഡി ആയാലും അത്യാവശ്യം ഉണ്ട്, അധികം പ്രതീക്ഷിക്കാനുള്ള അത്ര ആയിട്ട് തോന്നില്ല. ചിരിക്കാനുണ്ട്, ഫ്രണ്ട്സോ ഫാമിലിയൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം ചിരിക്കാനുണ്ട്. കഥയൊന്നും അങ്ങനെ കാര്യമുണ്ട്, പക്ഷെ ചിരിക്കാനും എൻജോയ് ചെയ്യാനും 2 മണിക്കൂർ ഫുള്ളാൻ ചിരിക്കാനുണ്ട്. അത്യാവശ്യം ഫുൾ ടൈം തന്നെ ചിരിക്കാനും. എങ്ങനെയുണ്ട് അഭിനയമൊക്കെ? എല്ലാം എല്ലാവരും അമൽ ഒരു രക്ഷയില്ല. ഒരു രക്ഷ എന്ന് പറഞ്ഞാൽ ഏറ്റവും ബെസ്റ്റാണ്. വേറെ അർജുൻ ആണെങ്കിലും മാത്യു ആണെങ്കിലും എല്ലാവരും ഒന്നിനൊന്നും എന്തെങ്കിലും പടത്തിൽ കണ്ടപ്പോൾ എന്തെങ്കിലും ലാഗ് അങ്ങനെ എന്തെങ്കിലും അനുഭവപ്പെട്ടോ? തുടക്കം തൊട്ട് അവസാനം വരെ കോമഡി ഫസ്റ്റ് ഹാഫ് ഇങ്ങനെ സ്റ്റോറി മേക്കിംഗ് ഇങ്ങനെ വന്നിട്ട് ഒരു ഇൻ്റർവെൽ ആകുമ്പോഴത്തേക്കും ഏകദേശം ഒരു പ്ലോട്ട് ഇതാവും. സെക്കൻഡ് ഹാഫിലോട്ടാണെങ്കിൽ അതിൻ്റെ എല്ലാം ഇങ്ങനെ ഒരുത്തിരുന്ന് കഥ വന്നിട്ട് ഫൈറ്റ് സീക്വൻസൊക്കെ ഉണ്ട്. തിയേറ്ററിൽ എക്സ്പീരിയൻസ് ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈറ്റ് സീക്വൻസൊക്കെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാം. പിന്നെ ഫ്രണ്ട്സായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചിരിക്കാനൊക്കെ അത്യാവശ്യം ഉണ്ട്. ഈ ഫൈറ്റ് സീക്വൻസിൽ തന്നെ അത്യാവശ്യം എൻജോയ് ചെയ്യും. ഓക്കെ. വേറെ എന്തെങ്കിലും? ഓക്കെ. പാട്ടൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? പാട്ട് കുഴപ്പമില്ല, ഇങ്ങനെ ഒരു ഇടീൻ്റെ ഇടയിലൊക്കെയാണ് പാട്ട്. ഓക്കെ. റേറ്റിംഗ് 7/10. 10. ഓക്കെ. കോമഡീസൊക്കെ ഇടയ്ക്കിടയ്ക്ക് വർക്കായിട്ടില്ല, ബട്ട് ഓവറോൾ കൊള്ളായിരുന്നു. അർജുന ഷോവിൻ്റെ ലൈക്ക് സെക്കൻഡ് ഹാഫിലെ പെർഫോമൻസ് ആണ്. കൊടുത്ത പൈസയ്ക്ക് വർത്താണ്. ഓക്കെ ലൈക്ക് 1 ടൈം വാച്ചാണ്. കുറച്ച് സീറ്റ് ഫാമിലിക്കൊക്കെ കാണാൻ പറ്റിയ പടം. ഓക്കെ. എന്താണ് ഇഷ്ടപ്പെട്ടെന്നാണ് പടത്തിൽ? ഓക്കെ. എല്ലാവരുടെ അഭിനയം? ഓക്കെ. കോമഡി ആണോ? ഫുൾ കോമഡിയാണ്, കുറച്ചൊന്ന് എക്സാജറേറ്റ് ചെയ്യുന്ന ഒരു കോമഡിയാണ്. എങ്ങനെയുണ്ട് എല്ലാവരുടെ അഭിനയം? കുഴപ്പമില്ല, ഡയറക്ടർ ഓവറായിട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് ജയിച്ചതല്ലേ ഉണ്ട്. കണ്ടിരിക്കാം. എങ്ങനെയുണ്ട് പടം? നല്ല സൂപ്പർ സിനിമ. നമ്മൾ പ്രേമൽ പോലെ അതിൻ്റെ വേറൊരു പതിപ്പാണ്. അത്ര രസകരമായിട്ടുണ്ട്. നമ്മുടെ എല്ലാവരും എന്ന് പറയുമ്പോൾ നമ്മുടെ ശ്യാമോഹനായാലും മാത്യു ആയാലും ഇവർക്കെല്ലാം ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. ഇങ്ങനെ തുടക്കത്തിൽ മാത്യു, പിന്നെ അത് ഓരോരുത്തരായിട്ട് വന്ന് അവരുടെ അങ്ങ് പാർട്ടങ്ങ് ചെയ്യാണ്. മഹിമ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അർജുൻ അശോകൻ, പിന്നെ അർജുൻ അശോകൻ്റെ കഥാപാത്രം മാത്രമേ ഈ ലാസ്റ്റ് നമുക്കൊരു ഓവറാവില്ല, ഒരു ഓവറായിട്ട് ലാസ്റ്റ് ഫീൽ ചെയ്യും. അങ്ങനെ ഒരു കഥാപാത്രം കൊടുത്തേക്കുന്നതാണ്. അല്ലാതെ മൊത്തത്തിൽ അടിപൊളി എന്ന് പറയാം. അറിയാം, തിരിച്ച് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നമ്മളിങ്ങനെ ചിരിച്ച് നമുക്കൊരു രക്ഷയില്ല. സ്റ്റാർട്ടിങ് ടു എന്നെ നമുക്ക് ചിരിക്കാൻ അത്രമാത്രമുണ്ട്. പറയുമ്പോൾ എനിക്കൊന്ന് പ്രേമലുവിനെക്കാട്ടിയും കൂടുതൽ ചിരിക്കാം. അത് വന്നിട്ടാണ് സംഗീതം, ഒരു രക്ഷയില്ല. അതിൽ ഒരു അമൽ ഡേവിസ്, ഇതിലൊരു പേര് തന്നെ ഭയങ്കര രസമുള്ള പേരാണ്, ഹരിഹര സുധൻ എന്നൊരു കഥാപാത്രം. അവൻ വരുന്നത് മുതൽ പിന്നെ അവസാനം വരെ അവൻ്റെ ഇടയ്ക്കിടയ്ക്ക് കുറേ പണിയും ഡയലോഗും അത്രയ്ക്ക് സൂപ്പറായിട്ട് അടിപൊളിയായിരുന്നു. പിന്നെ പാട്ടുണ്ട്, ബീജിയും എല്ലാം. ശരിക്കും ഒരു ഫാമിലി ഓഡിയൻസ് വന്നാൽ പിടിച്ചെടുത്താൽ പിന്നെ ഫാമിലി ഓഡിയൻസ് തന്നെ ഏറ്റെടുക്കും തന്നെയാണ്. കാരണം അത്രയ്ക്ക് കൊച്ചുകുട്ടികൾ മുതൽ വയസ്സായവർക്ക് വരെ അതിന് ദഹിക്കും. അങ്ങനെ വേറെ ഡബിൾ മീനിങ്ങും അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. വളരെ സിറ്റുവേഷൻ കോമഡി ഉണ്ട്. എനിക്ക് ഒന്ന് പെട്ടെന്ന് ഓർമ്മ വരുന്ന പണ്ടത്തെ നമ്മുടെ പ്രിയദർശൻ്റെ ചില പണ്ടത്തെ സിനിമകൾ മോഹൻലാലിനെ കുറിച്ചില്ല, അതൊക്കെയാണ് ഓർമ്മ വരുന്നത്. അത്രയ്ക്ക് അതിലായിട്ടുണ്ട്. കൊടുത്ത പൈസയ്ക്ക് മുതലായിരുന്നു. ഒരു പൈസ ഇതില്ല, ഒരു 3 സിനിമ കണ്ട ഒരു പ്രതീതിയാണ്. അത്ര നന്നായിട്ട് മുതലായിട്ടുണ്ട് പൈസ. പടം കണ്ടപ്പോൾ എന്തെങ്കിലും ലാഗായിട്ട് അങ്ങനെ എന്തെങ്കിലും? ഓക്കെ. ഫുൾ ആൻഡ് ഔട്ട് കോമഡിയാണോ? ആരാണ് സ്കോർ ചെയ്തത്? ഓക്കെ. ഓവറോൾ കണ്ടിരിക്കാനുള്ളതാണോ? ഓക്കെ.